ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡറൊക്കെ വളരെ ഈസി ആയിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൽവ നമുക്ക് എങ്ങനെയുണ്ട് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്റ്റാർഡ് പൗഡർ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് ഇതുപോലെ ഒരു കപ്പിൽ നമ്മളെടുത്ത കസ്റ്റാർഡ് പൗഡറിലേക്ക് അതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം കസ്റ്റാർഡ് പൗഡറിലേക്ക് വെള്ളം വീഴുമ്പോൾ അത് കട്ട പിടിക്കും. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഇനിയൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ട് നമുക്കതൊരു പഞ്ചസാര പാനിയാക്കി എടുക്കാം. അതിന് ശരിക്കും 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ പഞ്ചസാര മൊത്തം ആ വെള്ളത്തിൽ അലിഞ്ഞ് നല്ലൊരു പാനി പോലെ ആയി വരും. നന്നായി തിളച്ച് പാനീയമായതിന് ശേഷം അതിലേക്ക് നമ്മൾ മുമ്പേ മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സ് ചെയ്തുകൊണ്ടേ ഇത് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കും. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നല്ല കട്ടിയായിട്ട് നല്ല ഒരു സ്റ്റിക്കി മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തീ നല്ല സിമ്മിലിട്ടിട്ട് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇത്തിരി ഹാർഡായിരിക്കും, എന്നാലും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. നെയ്യിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അധികം നേരം അടുപ്പിൽ വെക്കാണ്ട് അതെടുത്ത് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സ് ഇടുക. നിങ്ങൾക്ക് എന്തൊക്കെ നട്ട്സാണോ ഇഷ്ടം, ഒരു ക്രഞ്ചിനെസ്സിന് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർക്കാം. ഉണക്കമുന്തിരിങ്ങ അല്ലെങ്കിൽ പിസ്ത ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് നമ്മൾ ആഡ് ചെയ്ത നട്ട്സ് എല്ലാം ആ മിക്സ്ചറിൽ ഫുള്ള് നമുക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും നെയ്യ് തേക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബേസായിട്ട് നമ്മൾ മുമ്പേ ക്രഷ് ചെയ്ത നട്ട്സിൻ്റെയൊക്കെ ബാക്കി അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കസ്റ്റാർഡ് മിക്സ്ചർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഈ നമ്മളെടുത്ത പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ അത് പറ്റുന്ന പോലെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ആ പാത്രം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. കാരണം അതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫിറ്റായിട്ടത് ഉറഞ്ഞു തന്നെ ഇരിക്കും നമ്മൾ ആഡ് ചെയ്ത ആ ഒരു മിക്സ്ചർ. നമ്മളെടുത്തതിൽ ബാക്കിയുള്ള നട്ട്സ് നമുക്ക് ഇതിൻ്റെ ടോപ്പിലൂടെ കുറച്ചൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മുകളിലും താഴെ ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ പാത്രം നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ചു വെക്കുക. അതൊരു 1-2 മണിക്കൂർ നമുക്കത് അങ്ങനെ അടച്ചു വെക്കാം. നന്നായി തണുത്ത് സെറ്റായതിന് ശേഷം ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ 4 സൈഡിൽ നമുക്കൊന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റോ അല്ല ഉപയോഗിച്ച് നമുക്ക് തിരിച്ചത് മറിച്ചെടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഹൽവ റെഡിയായി കഴിഞ്ഞു. 10 മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട്. സോ ഇത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയും എൻ്റെ ഈ ഒരു പുതിയ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്താൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് രേഖപ്പെടുത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.